അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പാദവാർഷിക പരീക്ഷ ദുറൂസിലെ നാളത്തെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് മദ്രസ മലയാളം ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാഠത്തിൻ്റെയും തദ്രീബാത്ത്, അതുപോലെ തന്നെ പാഠത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും അർത്ഥങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ആപ്പാണ്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മദ്രസ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരെ പ്രവർത്തനത്തിൽ നോക്കാം. ഒന്ന്, യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് വാക്കുകൾ. വലതു ഭാഗത്ത് കുറച്ച് വരികളും കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ചതാണ് ഈ കോളത്തിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത് എഴുതണം. ഓക്കെ. ഒന്ന്, അഫല അക്കൂന അബ്ദൻ, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ എന്നുള്ളതാണ് കേട്ടോ. അഫല അക്കൂന അബ്ദൻ ഷക്കൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചതാണ്. നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞതാണ്, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ എന്ന് പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബു ഡാഷ്, തൊട്ടടുത്തുള്ളതിനെ ജമാല. അള്ളാഹു തീർച്ചയായും ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. മൂന്ന്, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം, അള്ളാഹു എവിടേക്കാണ് നോക്കുക, എവിടേക്കാണ്? ഇലാ കുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. യൻളുറു ഇലാ കുലൂബിക്കും. 4, ഒരു രാജ്യത്തെ പോലെയാണ് ഡാഷ്. എന്ത്? ഒരു രാജ്യത്തെ പോലെ നമ്മുടെ ശരീരം, അല്ലേ? നമ്മുടെ ശരീരം. 5, അന്ധമായ അനുഗ്രഹം, യോജിച്ചത് ആഭാസകരമാണ്. അന്ധമായ അനുകരണം എന്നാണ് കേട്ടോ. അന്ധമായ അനുകരണം ആഭാസകരമാണ്. 6, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ള പ്രവർത്തനം. പൂർത്തിയാക്കാം. ഇവിടെ വിട്ടുപോയത് പൂർത്തിയാക്കി കൊടുക്കുക. 1, 13 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഡാഷ്, കൗമാരം. 2, വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ മൃഗങ്ങൾക്ക് ഡാഷ്, തുല്യരാണ്. 3, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഡാഷ് ഫമിനല്ലാഹി. 4, വഖുൽ ലഹുമാ ഖൗലൻ കരീമൻ, മാതാപിതാക്കളുടെ മാന്യമായി വചനം പറയുക. ഇനി അടുത്ത പ്രവർത്തനം 3 വീതം എഴുതാനാണ്. ഉദാഹരണം കേട്ടോ. 3 വീതം എഴുതണം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്ന കാര്യങ്ങൾ. ഏതൊക്കെ കാര്യങ്ങളാണ്? ഓരോന്നും എഴുതി കൊടുക്കുക താഴെ. 1, ദുഃഖം. മറ്റൊന്ന് അലസത. മറ്റൊന്ന് ദൗർബല്യം. പിന്നെ ഭീരുത്വം. ഇങ്ങനെ 3 വീതം ഉദാഹരണം എഴുതണം. അടുത്തത്, കൗമാരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. കൗമാരത്തിൽ എന്തൊക്കെ സംഭവിക്കും? കൗമാരത്തിൽ ശാരീരികവും മാനസികവുമായ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഉയരം, ഭാരം, ശബ്ദം, ശരീരഘടന എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശാരീരിക മാറ്റങ്ങളാണ്. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ശക്തമായ ആഗ്രഹം, അതുപോലെ പുതിയത് അറിയാനുള്ള ആകാംക്ഷ എന്നിവ മാനസികമായ മാറ്റങ്ങളാണ്. ഇങ്ങനെ പലതരം മാറ്റങ്ങളുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഒരു അടിമയും കാലടികൾ മുന്നോട്ട് നീങ്ങുകയില്ലെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഒന്ന് ആയുസ്, എന്തിനു വേണ്ടി നിയോഗിച്ചു എന്ന് ചോദിക്കും. മറ്റൊന്ന് അറിവ്, എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് ചോദിക്കും, അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന്. മറ്റൊന്ന് ധനം, എങ്ങനെ സമ്പാദിച്ചു അല്ലെങ്കിൽ എന്തിന് ചെലവഴിച്ചു എന്നതിനെ പറ്റി ചോദിക്കും. മറ്റൊന്ന് ശരീരം, എന്തിനെ നശിപ്പിച്ചു എന്ന് ചോദിക്കും. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്ന്, യഥാർത്ഥ നന്ദി ഏതാണ്? യഥാർത്ഥ നന്ദി എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ ഉത്തരം, എല്ലാ അനുഗ്രഹങ്ങളും എന്തിനു വേണ്ടിയാണോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അതിനു വേണ്ടി മാത്രം അവ ഉപയോഗിക്കലാണ് യഥാർത്ഥ നന്ദി. ചോദ്യം 2, ഒരാൾ നമുക്ക് ഉപകാരം ചെയ്താൽ പറയണം എന്ത്? എന്താ പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന്. 3, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും എന്തുകൊണ്ട്? അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരുന്നത് എന്തുകൊണ്ടായിരിക്കും? അള്ളാഹുവിന് നന്ദി ചെയ്യൽ കൊണ്ടായിരിക്കും. നന്ദി കാണിച്ചാൽ അള്ളാഹു എന്തു ചെയ്യും? അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് ഖുർആനിലുണ്ടല്ലോ, ല ഇൻ ശകർത്തും ല അസീദന്നക്കും. ഇനി 4ാമത്തെ ചോദ്യം, ശാരീരിക സൗന്ദര്യത്തേക്കാൾ പ്രധാനമാണ് എന്ത്? ശാരീരിക സൗന്ദര്യത്തേക്കാൾ പ്രധാനമായതാണ് മാനസിക സൗന്ദര്യം, മനസ്സിൻ്റെ ശുദ്ധീകരിക്കൽ, അതായത് മനസ്സിൻ്റെ ശുദ്ധി. 5, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിന് അർഹതയില്ലാത്ത പ്രവർത്തനങ്ങൾ ഏത്? അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാത്ത പ്രവർത്തനങ്ങൾ, അത് ഹൃദയശുദ്ധിയും ഇഖ്ലാസും ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവില്ല. ഇനി അവസാന പ്രവർത്തനമാണ് അർത്ഥം എഴുതാം എന്നുള്ളത്. 1, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. ഇതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കണം. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.